Hello all, welcome back to our course. ഇന്ന് നമുക്ക് യൂണിറ്റ് 7-ലെ 4th ടോപ്പിക് ഗ്രാഫ് അൽഗോരിതംസ് നോക്കാം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഗ്രാഫ് അൽഗോരിതംസ് ആണ്. ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്, ഡെപ്ത് ഫസ്റ്റ് സെർച്ച്, ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതംസ് ആൻഡ് മിനിമം സ്പാനിങ് ട്രീസ്. കഴിഞ്ഞ 2 പേപ്പേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സ്പാനിങ് ഓവർ, ഡെപ്ത് ഫസ്റ്റ് സെർച്ച്, ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതംസ് ആൻഡ് മിനിമം സ്പാനിങ് ട്രീസ്. എല്ലാത്തിൽ നിന്നും പ്രോബ്ലം ബേസ്ഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ എല്ലാ അൽഗോരിതംസ് ആൻഡ് മെത്തേഡ്സിൻ്റെ എക്സാമ്പിൾസ് വർക്കൗട്ട് ചെയ്ത് പഠിച്ചു പോകാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് ഇസ് ബ്രെഡ്ത്ത് ഫസ്റ്റ് സെർച്ച്. ഇതൊരു വേർട്ടെക്സ് ബേസ്ഡ് ടെക്നിക്കാണ്. അതായത് ഓരോ വേർട്ടെക്സിനെയും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വിസിറ്റ് ചെയ്ത് ദ എൻറ്റയർ ഗ്രാഫ് ഇസ് ട്രാവേഴ്സ്ഡ്. നൗ ദിസ് ഇസ് സിമിലർ ടു ബ്രെഡ്ത്ത് ഫസ്റ്റ് ട്രാവേഴ്സൽ ഓഫ് എ ട്രീ. പക്ഷേ ഇവിടെ ഒരു ക്യാച്ച് ഉള്ളതെന്ന് പറഞ്ഞാൽ ഗ്രാഫ് ആയതുകൊണ്ട് അതിനകത്ത് സൈക്കിൾസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ വിസിറ്റ് ചെയ്ത നോഡ് വീണ്ടും റീവിസിറ്റ് ചെയ്യപ്പെടാം. അതുകൊണ്ടാണ് ഇവിടെ ഒരു ബൂലിയൻ വിസിറ്റഡ് അറേ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ദാറ്റ് അറേ ക്യാൻ കണ്ടെയ്ൻ വാല്യൂസ് 0 and 1 only. സോ വിസിറ്റഡ് നോട്ട്സിനെ 1 കൊണ്ട് മാർക്ക് ചെയ്യും, അൺവിസിറ്റഡ് നോട്ട്സിനെ 0 കൊണ്ട് മാർക്ക് ചെയ്യും. നൗ ഹിയർ ഒരു ക്യൂ ഡേറ്റ സ്ട്രക്ചർ കൂടി ഉണ്ടാകും. അതെന്തിനാണ്? ഓരോ പ്രാവശ്യം വിസിറ്റ് ചെയ്യുന്ന നോഡിനെയും അതിനകത്ത് എടുത്തു വയ്ക്കും. പിന്നെ അവിടെ നിന്ന് നെക്സ്റ്റ് കണക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. So just in order to maintain track. Now let's look at the process. One vertex is selected at a time, visited and marked. Then its adjacents are visited and stored in the queue. ഇനി നെക്സ്റ്റ് ക്യൂവിൽ നിന്ന് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്ന ആളെ DQ ചെയ്തിട്ട് അതിൻ്റെ അഡ്ജസൻറ്റ് വേർട്ടിസസ് നോക്കും. അതിനെ വിസിറ്റഡ് ആണോ എന്ന് നോക്കും. അല്ലെങ്കിൽ അതിനെ വിസിറ്റ് ചെയ്തു എന്ന് വിസിറ്റഡ് അറേയിൽ മാർക്ക് ചെയ്തതിന് ശേഷം again this process continues. So let's look at the example. Here we can see a graph. Initially the visited array is maintained with all elements 0. ഇനി ആദ്യം 1 വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ക്യൂവിൽ 1 എടുത്ത് വയ്ക്കുന്നു. Now that 1 is removed and its adjacents are taken. So when 1 is removed അതിനെ പ്രിൻ്റ് ചെയ്യുന്നുമുണ്ട്. Now 1ൻ്റെ adjacents 2 and 3. We mark them as visited and enter them into the queue. In the next step 2 is dequeued and is printed. And its adjacents 4 and 5 are enqueued. Also they are marked as visited. ഇനി അടുത്ത ക്യൂവിലെ ഏറ്റവും ഫ്രണ്ടിലുള്ള ആളെ DQ ചെയ്യും, which is 3. എന്നിട്ട് അതിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള നോട്ട്സ് നോക്കും, വിച്ച് ഇസ് 1 and 5. ബട്ട് ദേ ആർ ഓൾറെഡി വിസിറ്റഡ്. അതുകൊണ്ട് ക്യൂവിലേക്കൊന്നും എൻക്യൂ ചെയ്യത്തില്ല. ആൻഡ് ദിസ് പ്രോസസ് കണ്ടിന്യൂസ്. ക്യൂവിൽ നിന്ന് നെക്സ്റ്റ് 4 DQ ചെയ്യും. അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് വേർട്ടിസസ് നോക്കുമ്പോഴത്തേക്ക് 5 and 6 ഉണ്ട്. ബട്ട് 6 ഇസ് അൺവിസിറ്റഡ്. ദെയർഫോർ ഇറ്റ് ഈസ് എൻക്യൂഡ് ഇൻ ടു ദ ക്യൂ. അടുത്തത് 5 will be dequeued. Its adjacent vertices will be checked, but all are visited already. And then finally 6 is dequeued. Also its adjacent vertices are already visited. ഇനി കുറച്ച് ആപ്ലിക്കേഷൻസ് നോക്കാം. ഫസ്റ്റ് is shortest path and minimum spanning tree for unweighted graphs. BFS is used in these algorithms. Another very interesting use is GPS navigation systems. Here BFS can be used to find all neighboring locations. വേറൊരെണ്ണം ബ്രോഡ്കാസ്റ്റിംഗ് ഇൻ നെറ്റ്വർക്ക്. അതായത് ഒരു ബ്രോഡ്കാസ്റ്റഡ് പാക്കറ്റ് ക്യാൻ ഫോളോ BFS ടു റീച്ച് ഓൾ നോഡ്സ്. പിന്നെയുള്ളത് സോഷ്യൽ നെറ്റ്വർക്കിംഗ് വെബ്സൈറ്റ്സ് ആണ്. ഇതിനകത്ത് നമ്മൾക്ക് K ഡിസ്റ്റൻസ്
ിലുള്ള ആൾക്കാരെ കണ്ടെത്താൻ കഴിയും. That is, we can find people within a given distance k from a person using DFS. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോകാം. ഡെപ്ത് ഫസ്റ്റ് സെർച്ച്. ഇതൊരു എഡ്ജ് ബേസ്ഡ് ടെക്നിക്കാണ് ഫോർ ട്രാവേഴ്സിങ് എ ഗ്രാഫ്. ഇതിൽ യൂസ് ചെയ്യുന്ന ഡേറ്റ സ്ട്രക്ചർ സ്റ്റാക്കാണ്. പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇറ്റ് ഗോസ് ഫോർവേഡ് ഇൻ ഡെപ്ത് ആൻഡ് പുഷസ് ഈച്ച് വേർട്ടെക്സ് ഇൻ ടു ദ സ്റ്റാക്ക്. ഇങ്ങനെ ഡെപ്ത് വൈസ് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഇനിയും വേർട്ടിസസ് ഇല്ലെങ്കിൽ അവിടെ ആയിരിക്കും ഇത് സ്റ്റോപ്പ് ആകുന്നത്. ആൻഡ് ദെൻ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് ഈസ്, ഓരോ വേർട്ടെക്സിനെയും സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്യും. Now let's look at an example with 5 vertices. Also note, ഇതൊരു അൺഡയറക്റ്റഡ് ഗ്രാഫാണ്. ഇവിടെ നമ്മൾ വേർട്ടെക്സ് 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ 0 എന്ന വേർട്ടെക്സിനെ ആദ്യം വിസിറ്റഡ് ലിസ്റ്റിൽ ഇടുന്നു. എന്നിട്ട് all its adjacent vertices are pushed into the stack. ഏതൊക്കെയാണ് adjacent vertices? 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഇത് മൂന്നും സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുന്നു. അടുത്തതായിട്ട് സ്റ്റാക്കിൽ ഏറ്റവും ടോപ്പിലുള്ള എലമെൻറ്റിനെ പോപ്പ് ചെയ്യുന്നു, വിച്ച് ഇസ് 1. എന്നിട്ട് അതിൻ്റെ അഡ്ജസൻസ് എടുക്കുന്നു. ഏതൊക്കെയാണ് adjacent vertices? 0 and 2. Now since 0 has already been visited, അത് വിസിറ്റഡ് ലിസ്റ്റിലുണ്ട്. ആൻഡ് ഓൾസോ 2 is already there in the stack. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്തായിരിക്കും? 2 ആണ് പോപ്പ് ചെയ്യുന്നത്. Now 2ൻ്റെ adjacent vertices നോക്കുമ്പോഴത്തേക്ക് 0 and 4 ആണ്. So 0 is already visited, but 4 needs to be pushed into the stack. Now ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 4 is pushed at the top of the stack. അതുകൊണ്ടാണ് 3ക്കും മുകളിലായിട്ട് 4 പുഷ് ചെയ്യപ്പെട്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഇവിടെ. നമ്മൾ 3ക്ക് ശേഷമല്ല 4 പ്ലേസ് ചെയ്യേണ്ടത്. നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോഴും ഇത് ശ്രദ്ധിച്ച് ചെയ്യണം. 3ക്ക് മുന്നേ ടോപ്പിലാണ് 4 വയ്ക്കുന്നത്. ഈ ഒരു സ്റ്റാക്ക് നമുക്ക് വെർട്ടിക്കലായിട്ട് വരയ്ക്കാൻ പറ്റിയാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. Now next stepil 4 is being popped and its adjacent vertices are checked, which is 2. 2 is already visited. At the stepil the only element 3. Adine pop ചെയ്യും. Now finally all these vertices are visited and depth first search of the graph is completed. Now ഇതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് നോക്കാം. One is path finding. 2 വേർട്ടിസസ് യു ആൻഡ് ഇസഡ് തന്നിട്ടുണ്ടെങ്കിൽ അതിനിടയിലുള്ള പാത്ത് കണ്ടുപിടിക്കാനായിട്ട് DFS യൂസ് ചെയ്യാം. അതെങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ഹിയർ വി ക്യാൻ സ്റ്റാർട്ട് DFS വിത്ത് യു ആസ് ദ സ്റ്റാർട്ട് വേർട്ടെക്സ്. എന്നിട്ട് ഈ ഒരു സ്റ്റാക്ക് എസ്സിൽ ഏതെല്ലാം വേർട്ടിസസ് വരുന്നോ അതിനെയെല്ലാം പുഷ് ചെയ്യാം until the destination vertex Z is encountered. Now the contents of the stack will be the path between U and V. Another application is solving puzzles with only one solution, such as mazes. Here, DFS can be adapted to find all solutions to a maze by only including nodes on the current path in the visited set. Fine. അടുത്തതിലേക്ക് പോകാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതംസ്. So this is the problem of finding a path between 2 vertices, say U and V, from a graph such that the sum of the weights of its constituent edges is minimized. അതായത് ഒരു വെയ്റ്റഡ് ഗ്രാഫ് ഉണ്ടെങ്കിൽ അതിനുള്ളിലുള്ള 2 വെർട്ടിസസ് തമ്മിൽ ഒരു പാത്ത് കണ്ടുപിടിക്കണം such that the path has minimum distance. 3 അൽഗോരിതംസ് ആണ് ഇതിനിടയിൽ നമുക്ക് നോക്കാനുള്ളത്. 1 ജിഗ്സ്ട്രാ ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതം, 2 ബെൽമൻ ഫോർഡ് അൽഗോരിതം, 3 ഫ്ലോയ്ഡ് വാർഷൽ അൽഗോരിതം. ജിഗ്സ്ട്രാ ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതം എങ്ങനെയാണെന്ന് നോക്കാം. In the example given, we can see a graph which starts from the S vertex and the other vertices are A, B, C and D. Now at step 0, which is the initialization step,
നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ടേബിളും പ്രയോറിറ്റി ക്യൂവുമാണ്. സോ ഇൻ ദ ടേബിൾ വി ക്യാൻ സീ the rows correspond to the vertex V, d of V, which is the distance of V, which can be said as distance of the starting vertex S to the vertex V. പിന്നെ predicate of V. Predicate of V എന്നാൽ the vertex that comes just before the vertex V. ഇത് നമ്മുടെ പാത്ത് കണ്ടുപിടിക്കുമ്പോൾ ആ പാത്തിൽ വെർട്ടെക്സ് വിന് തൊട്ട് മുന്നേ വരുന്ന വെർട്ടെക്സ് ആണ് പ്രെഡിക്കേറ്റ് ഓഫ് വി. പിന്നെ കളർ ഓഫ് വി. ഇഫ് ഇറ്റ് ഈസ് അൺവിസിറ്റഡ് ദെൻ ദ കളർ ഇസ് വൈറ്റ്. വെൻ ഇറ്റ് ഈസ് വിസിറ്റഡ് ദ കളർ വിൽ ചേഞ്ച് ടു ബ്ലാക്ക്. അപ്പോൾ ഇതിനെ ആദ്യം ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ദ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് എസിൻ്റെ ഡിസ്റ്റൻസ് 0 സെറ്റ് ചെയ്യും. ബാക്കിയെല്ലാം ഇൻഫിനിറ്റി ആയിരിക്കും. ഓൾസോ പ്രെഡിക്കേറ്റ് ഓഫ് വി ഇസ് ഓൾ സെറ്റ് ടു നിൽ ആൻഡ് കളർ ഓഫ് ഓൾ വെർട്ടിസസ് ആർ സെറ്റ് ടു white. ഇനി പ്രയോറിറ്റി ക്യൂവിൽ അഗൈൻ ഇറ്റ്സ് ദ ഫസ്റ്റ് 2 rows ഓഫ് ദ ടേബിൾ. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ചെക്ക് ചെയ്യുന്നത് ദ സ്റ്റാർട്ടിംഗ് വെർട്ടെക്സ് എസിൽ നിന്നുള്ള അഡ്ജസൻറ്റ് വെർട്ടിസസ് ആണ്. ഇവിടെ നമുക്ക് ഗ്രാഫിൽ കാണാം ദ അഡ്ജസൻറ്റ് വെർട്ടിസസ് ആർ എ ആൻഡ് ബി. സോ ദോസ് ആർ അപ്ഡേറ്റഡ് ഇൻ ദ ടേബിൾ. അപ്പോൾ ടേബിളിലേക്ക് ശ്രദ്ധിക്കാം. വിയിൽ എ ബി എന്ന വെർട്ടിസസിന് അടിയിൽ ഡിസ്റ്റൻസസ് ആർ കാൽക്കുലേറ്റഡ് ആൻഡ് റിട്ടൺ ആസ് 2 and 7. സോ 2 എന്ന് പറഞ്ഞാൽ എസ് മുതൽ എയിലേക്കുള്ള ഡിസ്റ്റൻസും ഡി ഓഫ് വി ഓഫ് ബി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എസ് ആൻഡ് ബി. സോ ദാറ്റ് ഈസ് 2 and 7. And predicate of V, that is predicate of A will be S, predicate of B will be again S. Also, since S was visited, its color is changed to black. ഇനി പ്രയോറിറ്റി ക്യൂയിലൊന്ന് നോക്കണം. അവിടെ എക്കും ബിക്കും വാല്യൂസ് 2 and 7 ആണ് വരുന്നത്. C and D are unvisited and not in the path yet. Now let's look at the next step. What happens here is പ്രയോറിറ്റി ക്യൂവിൽ ഏറ്റവും മിനിമം ആയിട്ടുള്ള ഡിസ്റ്റൻസ് വരുന്ന വെർട്ടെക്സ് ആണ് പാത്തിൽ നെക്സ്റ്റ് സെലക്ട് ചെയ്യുന്നത്. സോ ഇൻ ദ പ്രീവിയസ് സ്റ്റെപ്പ് വിച്ച് ഇസ് സ്റ്റെപ്പ് 1 ഫ്രം ദ പ്രയോറിറ്റി ക്യൂ വി ക്യാൻ സി എ എന്ന വെർട്ടെക്സിനാണ് ഡി ഓഫ് വി ഏറ്റവും മിനിമം, ദാറ്റ് ഈസ് 2. ദാറ്റ്സ് വൈ എ വാസ് സെലക്റ്റഡ്. ഇനി ചെക്ക് ചെയ്യേണ്ടത് അഡ്ജസൻറ്റ് വെർട്ടിസസ് ഓഫ് ദ വെർട്ടെക്സ് എ ആണ്. So which all are those? Let's look at step 2. Adjacent of A are B, C and D. So all 3 vertices should be updated in the table. Table ഒന്ന് ശ്രദ്ധിക്കാം. For B, C and D, the values are updated. See, we can check. B ന്റെ value 5 ആയി. So how is that? D of V means the distance between the starting symbol S and B. That's why ഗ്രാഫിൽ ഒന്ന് നോക്കുക. ഫ്രം എസ് ടു എ ഇറ്റ്സ് 2 ആൻഡ് ഫ്രം എ ടു ബി ഇറ്റ്സ് 3. സോ 2 + 3 = 5. അതേപോലെ സി ഇൻ്റെ ഡി ഓഫ് വി വിൽ ബി എസ് ടു എ 2 പ്ലസ് എ ടു സി വിച്ച് ഇസ് 8. സോ 2 + 8 = 10. അതേപോലെ ഡിൻ്റെ വാല്യൂ വിൽ ബി 2 + 5 = 7. നോ predicate of V is also updated. ബി സി ഡി എന്ന അഡ്ജസൻറ്റ് വെർട്ടിസസിന് predicate will be updated to A and A is marked as visited. That's why it's marked black. ഇനി പ്രയോറിറ്റി ക്യൂവിൽ അപ്ഡേറ്റ് ആകുന്നത് അഡ്ജസൻറ്റ് വെർട്ടിസസ് ഓഫ് എ ആയിരിക്കും. അവിടെ നമ്മൾക്ക് 5 ഉണ്ട്, 10 ഉണ്ട്, 7 ഉണ്ട്. സോ വിച്ച് വെർട്ടെക്സ് വിൽ ബി സെലക്റ്റഡ് ഫോർ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? യെസ്, ഇറ്റ് വിൽ ബി ദ വെർട്ടെക്സ് ബി സിൻസ് ബി ഹാസ് ദ മിനിമം കീ. അടുത്ത സ്റ്റെപ്പിൽ നേരത്തെ നമ്മൾ കണ്ട മിനിമം കീ ഉള്ള വെർട്ടെക്സ് ദാറ്റ് ഈസ് ബിൻ്റെ അഡ്ജസൻസ് നോക്കും. ദെർഫോർ അഡ്ജസൻറ്റ് ഓഫ് ബി ഇസ് എ ആൻഡ് സി. എന്നാൽ അതിൽ എ നേരത്തെ കണ്ടിരുന്നല്ലോ, ഇനിയുള്ളത് സി ആണ്. അപ്പോൾ സിയിലേക്കുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ടിംഗ് നോഡ് എസ്സിൽ നിന്ന് തുടങ്ങി നമ്മൾ സെലക്ട് ചെയ്ത പാത്ത് ക്രോസ് ചെയ്ത് സിയിലേക്ക് വരുമ്പോഴുള്ള ഡിസ്റ്റൻസാണ് ടേബിളിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് എസ് എ പ്ലസ് എ ബി പ്ലസ് ബി സി. 2 + 3 + 1 = 6.
പിന്നെ ബാക്കി എല്ലാ വാല്യൂസും നേരത്തെ ഉണ്ടായിരുന്നത് തന്നെയാണ് എൻ്റെയും ബിൻ്റെയും ഡിൻ്റെയും വാല്യൂസ്. ബട്ട് പ്രയോറിറ്റി ക്യൂ നോക്കാം, സിൻ്റെ വാല്യൂവുമുണ്ട് ഡിൻ്റെ വാല്യൂവുമുണ്ട്. ഇനി സിയിലും ഡിയിലും ഏതാണ് മിനിമം എന്ന് നോക്കും. സി ആണ് മിനിമം. ഡി ആയിരുന്നു മിനിമം എങ്കിൽ ഡി സെലക്ട് ചെയ്തേനെ. അതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്. അടുത്ത സ്റ്റെപ്പ് 4-ൽ സി ആയിരുന്നു മിനിമം ഡിസ്റ്റൻസ് തന്നിരുന്നത് 6. Therefore that is selected. And now adjacent of C is checked. Adjacent of C is equal to D. അങ്ങനെ D നോക്കുമ്പോഴത്തേക്ക് കാൽക്കുലേഷൻ നോക്കുമ്പോഴത്തേക്ക് SA plus AB plus VC plus CD, that is giving us 10. But we already have a value 7 for D. അല്ലേ? അതുകൊണ്ട് അത് അപ്ഡേറ്റ് ചെയ്യില്ല. It just keeps the value as it is, but it selects D. Now finally D മാത്രമായിരുന്നു പ്രയോറിറ്റി ക്യൂവിൽ ബാക്കിയുണ്ടായിരുന്നത് and it has the minimum distance. Therefore D is selected and the path is updated. ഇനി ഇവിടെ പ്രയോറിറ്റി ക്യൂ എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റ സ്ട്രക്ചറാണ്. നേരത്തെയുള്ള എല്ലാ സ്റ്റെപ്സിലും പ്രയോറിറ്റി ക്യൂവിൽ നിന്ന് ഏറ്റവും മിനിമം ആയിട്ടുള്ള വെയിറ്റ് ഉള്ള വെർട്ടിസസ് ആണ് റിമൂവ് ചെയ്തത്. ആൻഡ് സോ ദിസ് അൽഗോരിതം ക്യാൻ കണ്ടിന്യൂ until the priority queue is empty. So with this, Dijkstra's algorithm is completed. ഇനി നെക്സ്റ്റ് അൽഗോരിതം നോക്കുന്നത് ബെൽമൻ-ഫോർഡ് അൽഗോരിതം ആണ്. ഈ അൽഗോരിതത്തിൻ്റെ തിയറി ബേസ് യൂണിറ്റ് 1-ൽ ഗ്രാഫ് തിയറി എന്ന ടോപ്പിക് കവർ ചെയ്തപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇഫ് യു വാണ്ട് യു ക്യാൻ റെഫർ ദ വീഡിയോ. ആൻഡ് ഓൾസോ ബെൽമൻ-ഫോർഡ് അൽഗോരിതവും ഫ്ലോയ്ഡ് വാർഷൽ അൽഗോരിതത്തിൻ്റെയും തിയറി ബേസിസിലാണ് ക്വസ്റ്റ്യൻസ് കണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ 3 അൽഗോരിതത്തിലും ഏതെങ്കിലും ഒരെണ്ണം ചെയ്യാൻ പഠിച്ചു വെച്ചിരുന്നാൽ നല്ലതായിരിക്കും. ബിക്കോസ് 3 അൽഗോരിതം യൂസ് ചെയ്ത് ഷോർട്ടസ്റ്റ് പാത്ത്സ് കണ്ടുപിടിച്ചാലും ഇറ്റ് വിൽ ഗിവ് ദ സെയിം ആൻസർ. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് അൽഗോരിതം. ദിസ് ഇസ് ഫ്ലോയ്ഡ് വാർഷൽ അൽഗോരിതം. സാധാരണയായിട്ട് ഇത് ചോദിച്ച് കണ്ടിട്ടില്ല, എന്നാലും തിയറി ബേസ്ഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാം. സോ ദിസ് ഇസ് അഗെയിൻ ദ പ്രോബ്ലം ഓഫ് ഫൈൻഡിങ് ഷോർട്ടസ്റ്റ് പാത്ത് ബിറ്റ്വീൻ 2 വെർട്ടിസസ് ഫ്രം എ ഗിവൺ വെയ്റ്റഡ് ഗ്രാഫ്. ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ജനറേറ്റ്സ് എ മെട്രിക്സ് ദാറ്റ് റെപ്രസെൻറ്റ്സ് മിനിമം ഡിസ്റ്റൻസ് ഫ്രം എനി നോഡ് ടു all other nodes. Let's just read through the algorithm. Initially, distances between each of these vertices are set to infinity in the matrix. Ini, for each vertex v, distance of v to v is equal to 0. അതായത് ഒരു വെർട്ടെക്സിൽ നിന്ന് അതിലേക്ക് തന്നെയുള്ള ഡിസ്റ്റൻസ് 0 ആക്കി സെറ്റ് ചെയ്യും. And for each vertex uv, distance of uv is set to weight of uv. അതായത് ഓരോ എഡ്ജ്, സപ്പോസ് ഈ തന്നിരിക്കുന്ന ഫിഗറിൽ കാണാം വെർട്ടെക്സ് 1-ൽ നിന്ന് 4-ലേക്ക് ഒരു എഡ്ജ് ഉണ്ട്. Therefore ആ 1 എന്ന റോയും 4 എന്ന കോളവും സെലക്ട് ചെയ്തിട്ട് ആ മെട്രിക്സ് വാല്യൂ 1 ആക്കി സെറ്റ് ചെയ്യും. അതേപോലെ ഓരോ എഡ്ജിനും ഇത് സെറ്റ് ചെയ്ത് കൊടുക്കും. ഇനി വരുന്നത് 3 ലൂപ്പ് സ്ട്രക്ചേഴ്സാണ്, 4 ലൂപ്പ് സ്ട്രക്ചേഴ്സ്. ഇവിടെ സംഭവിക്കുന്നത് ദ ഫസ്റ്റ് 2 4 ലൂപ്സ് ഗിവ്സ് us ഈച്ച് സെൽ വാല്യൂ. അതായത് മെട്രിക്സിലെ ഓരോ വാല്യൂമാണ് അത് തരുന്നത്. ആ ഓരോ വാല്യൂവിനെയും എടുത്ത് നമ്മൾ ബാക്കിയുള്ള വാല്യൂസുമായിട്ട് കമ്പൈൻ ചെയ്ത് ഏറ്റവും മിനിമം ആയിട്ടുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണോ കിട്ടുന്നത് ആ ഡിസ്റ്റൻസ് വെച്ചിട്ട് അപ്ഡേറ്റ് ചെയ്യണം. പറഞ്ഞത് വെച്ച് കൺഫ്യൂസ്ഡ് ആവാം, ബട്ട് ദിസ് ഇസ് ജസ്റ്റ് എ തിയറി പോർഷൻ. പറഞ്ഞത് വെച്ചിട്ട് കൺഫ്യൂസ്ഡ് ആകാം, എന്നാലും തന്നിരിക്കുന്ന ഫിഗർ വെച്ചിട്ട് ഈ അൽഗോരിതം യൂസ് ചെയ്ത് അത് സോൾവ് ചെയ്യാൻ നോക്കാം. ബട്ട് സിൻസ് ഇറ്റ്സ് നോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വി ക്യാൻ സ്കിപ്പ് ദിസ് സ്റ്റെപ്പ്. ലെറ്റ്സ് മൂവ് ഫോർവേഡ്. ഇനി നോക്കുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ് മിനിമം സ്പാനിങ് ട്രീസ്. സ്പാനിങ് ട്രീ എന്നാൽ ഇറ്റ്സ് എ ട്രീ within a graph in which all vertices are connected. So what will be minimum spanning tree? അതായത്
ഇങ്ങനെ ഒരു സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാൻ പറ്റിയാൽ അതിൻ്റെ വെയ്റ്റ്സ് ഓർ സം ഓഫ് വെയ്റ്റ്സ് വിൽ ബി അറ്റ് ദ മിനിമം. We should also know that a graph can have multiple spanning trees, but it can have only one minimum spanning tree. അത് കണ്ടുപിടിക്കുന്ന അൽഗോരിതംസ് ആണ് മിനിമം സ്പാനിങ് ട്രീ അൽഗോരിതംസ്. ഫസ്റ്റ് ലെറ്റ്സ് ലുക്ക് അറ്റ് ദ പ്രിംസ് അൽഗോരിതം. ഇറ്റ്സ് എ ഗ്രോയിങ് ട്രീ അപ്രോച്ച്. അതായത് ഒരു സ്റ്റാർട്ടിംഗ് നോഡിൽ നിന്ന് തുടങ്ങി ഗ്രോ ചെയ്യുന്ന അപ്രോച്ചാണ് ഇവിടെ നോക്കുന്നത്. This algorithm maintains two sets of vertices. The vertices that are already included in the minimum spanning tree and those vertices that are not yet included. ഇവിടെ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. ഓരോ സമയത്തും എല്ലാ എഡ്ജസും കൺസിഡർ ചെയ്ത് ഏറ്റവും മിനിമം വെയിറ്റ് തരുന്ന ഏത് എഡ്ജാണോ അതിനെ പിക്ക് ചെയ്യും. ആൻഡ് ഇറ്റ് ജസ്റ്റ് മൂവ്സ് ഫോർവേഡ്. ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ അത് ക്ലിയർ ആക്കാം. Let's see. Here in the example we can see a connected graph with 7 vertices. So let's see the initialization step. നേരത്തെ പറഞ്ഞു 2 sets of vertices maintain ചെയ്യും. One is S, which is the already visited and included in MST step. Vertex set. Then there is V by S. അതിനകത്ത് ഇതൊരിക്കലും വിസിറ്റ് ചെയ്യാത്ത വെർട്ടിസസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യും. നൗ ഫ്രോം എ വി സി വിച്ച് ഇസ് ദ ലൈറ്റസ്റ്റ് എഡ്ജ്. ഈ ഫിഗറിൽ നിന്ന് നമുക്ക് കാണാം ദ ലൈറ്റസ്റ്റ് എഡ്ജ് ഇസ് എ ബി. ദർ വർ 2 ചോയ്സസ്. എ ബി ആണോ അതെ എ സി ആണോ ലൈറ്റസ്റ്റ് എഡ്ജ് എന്നുള്ളത്. സോ സിൻസ് 4 വിച്ച് ഇസ് ദ ലെസർ വെയ്റ്റ് ഓഫ് ബോത്ത് വി സെലക്ട് the lightest edge as AB. ഇനി സ്റ്റെപ്പ് 1.1 ബിഫോർ നോക്കുക. അത് നേരത്തെ പറഞ്ഞ സ്റ്റെപ്പ് തന്നെയാണ്. ഇവിടെ ലൈറ്റസ്റ്റ് എഡ്ജ് എ ബി സെലക്ട് ചെയ്തു. നൗ ഹിയർ കംസ് അനദർ സെറ്റ് എ വിച്ച് ഹോൾഡ്സ് ദ സെലക്റ്റഡ് എഡ്ജസ്. അപ്പോൾ ദാറ്റ് ഈസ് എംപ്റ്റി ഇൻ ദ ബിഗിനിങ്. ഇനി അതിൻ്റെ താഴെയുള്ള സ്റ്റെപ്പ് 1.1 ആഫ്റ്റർ മീൻസ് ആഫ്റ്റർ സെലക്ടിങ് ദ എഡ്ജ് എ ബി എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കിയാണ്. അവിടെ നമ്മൾ എ ബി സെലക്ട് ചെയ്തപ്പോൾ എ കഴിഞ്ഞിട്ട് ബി എന്ന വെർട്ടെക്സ് വിസിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എസ് എന്ന സെറ്റിൽ ബിയും കൂടി ഇൻസേർട്ട് ചെയ്യുന്നു. ദെർഫോർ എസ് ഇസ് ഈക്വൽ ടു എ ബി ആൻഡ് വി ബൈ എസിൽ നിന്ന് ബി റിമൂവ് ചെയ്യുന്നു. നൗ ഇൻ സെറ്റ് എ ദ എഡ്ജ് AB is inserted. Now here we should see which are the lightest edges. അപ്പോൾ ഇവിടെ നമ്മൾ മിനിമം സ്പാനിങ് ട്രീ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, റൈറ്റ്? സോ അന്നേരം സെലക്ട് ചെയ്ത എഡ്ജിൻ്റെ വെർട്ടിസസിൽ നിന്ന് ബി ഇറ്റ് എ ഓർ ബി, എയിൽ നിന്നാണെങ്കിലും ബിയിൽ നിന്നാണെങ്കിലും ഏത് എഡ്ജാണ് ഏറ്റവും മിനിമം വെയിറ്റ് തരുന്നതെന്ന് നോക്കും. സോ ഹിയർ വി ഷുഡ് ചെക്ക് വിത്ത് 3 ഓപ്ഷൻസ്. എ സി ആണോ ബി ഡി ആണോ ബി ഇ ആണോ ഏറ്റവും മിനിമം വെയിറ്റ്സ് തരുന്നതെന്ന് നോക്കും. ഓൾസോ ദർസ് വൺ മോർ ഓപ്ഷൻ ബി സി. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് ആർ എ സി ബി സി ബി ഡി ആൻഡ് ബി ഇ. ഇതിനകത്ത് മിനിമം ആയിട്ട് വരുന്നത് എ സി ആൻഡ് ബി ഡി ആണ്. ദെർഫോർ ദോസ് ബോത്ത് ആർ സെലക്റ്റഡ്. Either we can pick them randomly or we can select them based on the vertex which was last visited. അതുകൊണ്ട് ബിയിൽ നിന്ന് തുടങ്ങുന്ന വെർട്ടെക്സ് സെലക്ട് ചെയ്യുന്നു. മീൻസ് ബിയിൽ നിന്ന് തുടങ്ങുന്ന എഡ്ജ് സെലക്ട് ചെയ്യുന്നു. Now please look at step 1.2 before. എന്ന് വെച്ചാൽ ബി ഡി സെലക്ട് ചെയ്യുന്നതിന് മുന്നേ എസ് ഇസ് ഈക്വൽ ടു എ ബി ബിക്കോസ് എ ആൻഡ് ബി വർ ഓൺലി വിസിറ്റഡ്. ബി ബൈ എസ് ഒന്നും റിമൂവ് ആയിട്ടില്ല ആൻഡ് സെലക്റ്റഡ് എഡ്ജ് എ is equal to എ ബി. നൗ ലൈറ്റസ്റ്റ് എഡ്ജസ് ബി ഡി ആൻഡ് എ സി. ഇത് ജസ്റ്റ് ആ സ്റ്റെപ്പ് 1.2ന് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ബിഫോർ ആഫ്റ്റർ എഴുതിയെന്നേ ഉള്ളൂ. സോ ത്രൂ ഔട്ട് ദിസ് പ്രോബ്ലം ദിസ് മെത്തേഡ് വിൽ ബി ഫോളോഡ്. ബിഫോർ ആൻഡ് ആഫ്റ്റർ എഴുതിയായിരിക്കും കാണിക്കുന്നത്. സോ ആഫ്റ്റർ സെലക്ടിങ് ബി ഡി സ്റ്റെപ്പ് 1.2
after അത് നോക്കുക. There S is equal to A, B, D because D was selected. And V by S setൽ D is removed. In the set A, the new edge is introduced which is BD. And ഇനി ചെയ്യുന്നത് lightest edge കാണുക. So here we have the options from B or D. ഏത് എഡ്ജ് ആയിരിക്കും മിനിമം വെയിറ്റ് തരുന്നത്? സോ വാട്ട് ആർ ദ ഓപ്ഷൻസ് ഹിയർ? ഒന്ന് ബി സി ചെക്ക് ചെയ്യാം, ബി ഇ ചെക്ക് ചെയ്യാം, ഡി സി ചെക്ക് ചെയ്യാം, ഡി എഫ് ചെക്ക് ചെയ്യാം, ഡി ഇയും ചെക്ക് ചെയ്യാം. സോ ഫ്രം ഓൾ ദീസ് എഡ്ജസ് ഡി സി ഗിവ്സ് ദ മിനിമം വെയിറ്റ്. ഡി സി ഈസ് ഈക്വൽ ടു 2. അതുകൊണ്ട് ലൈറ്റസ്റ്റ് എഡ്ജ് സെലക്റ്റഡ് ആസ് ഡി സി. ഇനി അടുത്ത സ്റ്റെപ്പിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ. So before selecting DC and after selecting DC. Let's look at after selecting DC. After selecting DC, the new vertex C was introduced to the set S. V by S is also updated, means C is removed. And in the set A, the selected edge is introduced. ഇനി സിയിൽ നിന്നോ ഡിയിൽ നിന്നോ വരുന്ന ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് ഉള്ള എഡ്ജ് ഏതാണെന്ന് നോക്കും. So the lightest edge here is CF. Now in the next step, step 1.4, before it's the same as step 1.3 after. Here step CF is selected, right? So CF എന്ന എഡ്ജിനെ അപ്ഡേറ്റ് ചെയ്യണം. S is updated, V by S is also updated, A is updated, and from F we see which is the lightest edge. And here we get FG. Let's just complete this problem. ഇവിടെ നമ്മൾ FG സെലക്ട് ചെയ്തു. ഇനി സ്റ്റെപ്പ് 1.5 ആഫ്റ്റർ നോക്കുക. FG സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് G will be inserted to S. ഇനി V by Sൽ E മാത്രമാണ് ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ളത്. സെറ്റ് A is updated. ഇനി Gയിൽ നിന്ന് ഓർ Fൽ നിന്ന് ലൈറ്റസ്റ്റ് എഡ്ജായിട്ട് വരുന്നത് ഏതാണെന്ന് നോക്കും. We find FE is lighter than GE. അതുകൊണ്ട് FE സെലക്ട് ചെയ്യും. സ്റ്റെപ്പ് 1.6 ആഫ്റ്റർ നോക്കാം. സിൻസ് FE is selected, E is updated to S, V by S is empty, and when V by S is empty, here the algorithm stops and the minimum spanning tree is completed. So ഇങ്ങനെയാണ് പ്രിംസ് അൽഗോരിതം വർക്കൗട്ട് ചെയ്യുന്നത്. പ്രോബ്ലംസ് വന്നാൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഡ്യൂറിങ് എക്സാം നമ്മൾ ഇത്രയും സ്റ്റെപ്സ് എഴുതുന്നതിൻ്റെ ആവശ്യമില്ലല്ലോ. ജസ്റ്റ് പ്രോബ്ലം സോൾവിങ് പ്രാക്ടീസിൽ കൂടി ഫാസ്റ്റർ ആക്കിയാൽ മതി. നെക്സ്റ്റ് ഇസ് ക്രുസ്കൽസ് അൽഗോരിതം. പ്രിംസ് അൽഗോരിതം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അൽഗോരിതമാണ് ക്രുസ്കൽസ് അൽഗോരിതം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. So first what is done is we sort the edges in the increasing order of their weights. താഴെ തന്നിരിക്കുന്ന ഫിഗറിൽ കാണാം, ഈ തന്നിരിക്കുന്ന ഗ്രാഫിൻ്റെ sorted edges along with their vertices are mentioned. അടുത്ത സ്റ്റെപ്പ് 2 ആയിട്ട് ചെയ്യേണ്ടത് ഇതിൽ നിന്ന് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള എഡ്ജ് എടുക്കുന്നു. ആൻഡ് ഇഫ് ഇറ്റ് ഫോംസ് എ സൈക്കിൾ വിത്ത് ദ സ്പാനിങ് ട്രീ, അങ്ങനെയാണെങ്കിൽ ആ എഡ്ജ് ഡിസ്കാർഡ് ചെയ്യും, അല്ലെങ്കിൽ അവിടെ ഒരു സ്പാനിങ് ട്രീ ഫോം ചെയ്യും. ആൻഡ് ദെൻ ദിസ് സ്റ്റെപ്പ് കണ്ടിന്യൂസ് അൺടിൽ ദെർ ആർ V-1 എഡ്ജസ്, അല്ലെങ്കിൽ എല്ലാ വെർട്ടിസസും കണക്റ്റ് ചെയ്യുന്നത് വരെ സ്റ്റെപ്പ് 2 റിപ്പീറ്റ് ചെയ്യും. ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ തന്നിരിക്കുന്ന ഗ്രാഫും ടേബിളും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ലതാണ്. ഫർദർ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടി ക്ലിയർ ആക്കാൻ പറ്റും. കഴിഞ്ഞ സ്ലൈഡിലുണ്ടായിരുന്ന ടേബിൾ എഴുതിയെടുത്തെന്ന് വിശ്വസിക്കുന്നു. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ സ്റ്റെപ്സ്. ഇതെങ്ങനെയാണ് മിനിമം സ്പാനിങ് ട്രീ ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ആദ്യത്തെ എഡ്ജായ 7, 6 അത് സെലക്ട് ചെയ്യുന്നു. ആൻഡ് ഇറ്റ് ചെക്സ് ഇഫ് സൈക്കിൾസ് ആർ ഫോംഡ്. സൈക്കിൾ ഇല്ലാത്തത് കൊണ്ട് അതിനെ ഇൻക്ലൂഡ് ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ അടുത്ത എഡ്ജ് എടുക്കുന്നു, വിച്ച് ഇസ് 8, 2. അഗെയിൻ സൈക്കിൾസ് ആർ നോട്ട് ഫോംഡ്, അതുകൊണ്ട് അത് ഇൻക്ലൂഡ് ചെയ്യുന്നു.
അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ എൻട്രി ആയ എഡ്ജ് 6, 5 എടുത്തപ്പോൾ അതും സൈക്കിൾസ് ഒന്നും ഫോം ചെയ്യാത്തതുകൊണ്ട് അതും ഇൻക്ലൂഡ് ചെയ്യുന്നു. ആൻഡ് ദെൻ 0, 1 is selected because cycles are not formed. പിന്നെ 2, 5 എന്ന എഡ്ജ് എടുത്തപ്പോഴും സൈക്കിൾസ് ഫോം ചെയ്യുന്നില്ല. ദാറ്റ്സ് വൈ ഇറ്റ്സ് ഇൻക്ലൂഡഡ്. 8, 6 എന്ന എഡ്ജ് എടുക്കുമ്പോഴത്തേക്ക് വരച്ച് നോക്കിയാൽ കാണാം അത് സൈക്കിൾ ഫോം ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് ഡിസ്കാർഡഡ്. നെക്സ്റ്റ് ടേബിളിലുള്ള എഡ്ജ് 2, 3 ആണ്. അത് ഇൻക്ലൂഡ് ചെയ്തപ്പോൾ സൈക്കിൾസ് ഫോം ചെയ്യാത്തതുകൊണ്ട് ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ്. ദെൻ വി ടേക്ക് ദ നെക്സ്റ്റ് എഡ്ജ് 7, 8. ബട്ട് 7, 8 ജോയിൻ ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അവിടെ സൈക്കിൾ ഫോം ചെയ്യുന്നുണ്ട്. ദാറ്റ്സ് വൈ ഇറ്റ്സ് ഡിസ്കാർഡഡ്. അഗൈൻ എഡ്ജ് 0, 7 is taken from the table. Since no cycles are formed, we can include it. നെക്സ്റ്റ് എഡ്ജ് ആയ 1, 2 എടുത്തപ്പോഴത്തേക്ക് 1ഉം 2ഉം ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ സൈക്കിൾ ഫോം ആകുന്നുണ്ട്. ദാറ്റ്സ് വൈ ഇറ്റ്സ് ഡിസ്കാർഡഡ്. നെക്സ്റ്റ് വി ടേക്ക് ദ നെക്സ്റ്റ് എഡ്ജ് 3, 4. അത് ജോയിൻ ചെയ്തപ്പോഴും no cycles are formed. Therefore, it can be included. Now, ആദ്യമേ പറഞ്ഞിരുന്നു this process of selecting an edge, checking if cycles are formed and including it or discarding it, ഇത് കണ്ടിന്യൂ ചെയ്യും until there are v-1 edges from the algorithm. അപ്പോഴാണ് ഇവിടെ സ്റ്റോപ്പ് ആകുന്നത്. നമ്മുടെ സോഴ്സ് ഗ്രാഫിൽ 9 വെർട്ടിസസ് ഉണ്ടായിരുന്നു. ഫൈനലി നമ്മൾ ഈ അൽഗോരിതം അപ്ലൈ ചെയ്ത് കിട്ടിയ ഔട്ട്പുട്ടിലും 9 വെർട്ടിസസ് ഉണ്ട് at step 11, and that is when it stops. So this is the end of this video. Actually ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത എല്ലാ അൽഗോരിതംസും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം എക്സൽ ചെയ്യാനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ശ്രമിച്ചാൽ മതി. So that's it for today's class. See you in the next video. Thank you for your time.